വൈറ്റമിൻ ഡിയുടെ കുറവ് ലോകമെമ്പാടുമുള്ള ഒരു സാധാരണ പ്രശ്നമാണ്. ശരീരത്തിലെ കാൽഷ്യവും ഫോസ്ഫറേറ്റും നിയന്ത്രിക്കുന്നതിന് ആവശ്യം വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സാധാരണ അസ്ഥികളുടെ വളർച്ചയ്ക്കും പരിപാലനത്തിനും ശരീരം ഉപയോഗിക്കുന്ന ഒരു പ്രധാന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നാഡീവ്യൂഹവും ശക്തമായ എല്ലുകളും പ്രതിരോധ സംവിധാനങ്ങളും തുടങ്ങി മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. രാവിലെയും വൈകുന്നേരവുമുള്ള ഇളം വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ ലഭിക്കും. പ്രധാനമായും 3 രീതിയിലാണ് ശരീരത്തിന് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. 1. ചർമ്മത്തിൽ സൂര്യപ്രകാശം ഏൽപ്പിക്കുന്നത് വഴി. 2. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ. 3. പോഷക സപ്ലിമെന്റുകളിലൂടെ. ഇങ്ങനെയാണ് വൈറ്റമിൻ ഡി ശരീരത്തിന് ലഭിക്കുന്നത്. സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ദക്ഷിണേന്ത്യയിലെ നഗരവാസികളിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കാണുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇരുണ്ട നിറമുള്ള ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കുറവായിരിക്കും. 50 വയസ്സിന് മുകളിലുള്ളവരിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആവശ്യത്തിലധികം സൂര്യപ്രകാശം ലഭിച്ചിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. 30-നും 34-നും ഇടയിൽ 50 സ്ത്രീകളിൽ നടത്തിയ പഠനങ്ങളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൽ വൈറ്റമിൻ ഡി ലഭിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. ജീവിതശൈലിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാരണങ്ങളും നമ്മുടെ ശീലങ്ങളുമെല്ലാം ഇതിൻ്റെ ഘടകങ്ങളാണ്. പുറത്തിറങ്ങി സൂര്യപ്രകാശം ഏൽക്കാത്തത് വൈറ്റമിൻ ഡി വലിയ രീതിയിൽ കുറയാൻ കാരണമാകുന്നുണ്ട്. നഗരവൽക്കരണവും ഇൻഡോർ ജീവിത രീതിയും ഇതിന് കാരണങ്ങളാണ്. മാത്രമല്ല, പകൽ സമയം കൂടുതൽ നേരവും ചിലവഴിക്കുന്നത് സ്കൂളുകളിലോ ഓഫീസുകളിലോ ഒക്കെയാണ്. ഇതുമൂലവും സൂര്യപ്രകാശം ഏൽക്കാൻ സാധ്യത കുറവാണ്. വൈറ്റമിൻ ഡി വർദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യാം? അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. സൂര്യപ്രകാശം ലഭിക്കുന്നതിലൂടെ ചർമ്മം ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കും. സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ ഏൽക്കുമ്പോൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇരുണ്ട ചർമ്മമുള്ള ആളുകൾക്ക് വൈറ്റമിൻ ഡി ഉൽപ്പാദനം കുറവായിരിക്കും. വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ പൊതുവെ ഇന്ത്യൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറില്ല എന്നതാണ് സത്യം. സാൽമൺ, ട്യൂണ, അയല, മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, റെഡ് മീറ്റ്, കൂൺ, മുട്ടയുടെ മഞ്ഞക്കുരു തുടങ്ങിയ ഭക്ഷണമെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ വൈറ്റമിൻ ഡി വർദ്ധിപ്പിക്കാൻ സാധിക്കും. വൈറ്റമിൻ ഡിയുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി ഗുളികകൾ കഴിക്കാവുന്നതാണ്. സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ ചർമ്മത്തിലേക്ക് എത്തുമ്പോൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം മാത്രമല്ല, സെറോട്ടോണിൻ ഉത്തേജിപ്പിച്ച് മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനും കൃത്യമായ ഉറക്കം ലഭിക്കുന്നതിനും സൂര്യപ്രകാശം സഹായിക്കുന്നു. ദിവസവും ഏതാനും മിനിറ്റുകൾ സൂര്യപ്രകാശം ഏൽക്കുന്നത് ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് കൈകാലുകൾ തുടങ്ങിയ ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ നോക്കേണ്ടതും ആവശ്യമാണ്. സൂര്യപ്രകാശം ഏറ്റതിന് ശേഷം സൺസ്ക്രീനുകൾ ഉപയോഗിക്കാം. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് ഏതെങ്കിലും സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നതും അപകടം ചെയ്യും. പ്രത്യേകിച്ച് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ. ഈ 10 മണിക്ക് ശേഷവും 3 മണിക്ക് മുൻപും സൂര്യപ്രകാശം ഏൽക്കുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ ചർമ്മത്തിന്റെ പ്രത്യേകതയും സ്ഥലവും പരിഗണിച്ച് ആഴ്ചയിൽ പല തവണയായി 10 മുതൽ 30 മിനിറ്റ് വരെയാണ് സൂര്യപ്രകാശം ശരീരത്തിന് ലഭിക്കേണ്ടത്. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇതെല്ലാം പൊതുവായ കാര്യങ്ങളാണ്. ആവശ്യമെങ്കിൽ ആരോഗ്യ വിദഗ്ധന്റെ സേവനം തേടേണ്ടത് തന്നെയാണ്.